നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പൊരുളറിയാത്ത പൊട്ടിത്തെറി. മലപ്പുറം സ്ഫോടനത്തിൽ വിശദാന്വേഷണത്തിന് NIA സംഘം സംഭവസ്ഥലത്ത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചി ടീമിന് പുറമെ മൈസൂർ സ്ഫോടനം അന്വേഷിക്കുന്ന സംഘവും വിശദ പരിശോധന നടത്തും. വാഹനത്തിൽ ബോംബ് സ്ഥാപിച്ചത് സ്ഫോടനത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമെന്നും പോലീസ്. സ്ഫോടന സ്ഥലത്ത് നിന്ന് കിട്ടിയ തെളിവുകൾ ആധാരമാക്കി അന്വേഷണം ബേസ് മൂവ്മെന്റ് എന്ന സംഘടന കേന്ദ്രീകരിച്ച്. ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയുടെ ദക്ഷിണേന്ത്യൻ വിഭാഗമായ ബേസ് മൂവ്മെന്റ് പ്രവർത്തനം കേരളത്തിൽ വ്യാപിപ്പിക്കുന്നതായി ഇന്റലിജൻസ്. കേരളപ്പിറവി വജ്ര ജൂബിലി ആഘോഷ ദിനമായ ഇന്നലെ സംസ്ഥാനത്തെ ഞെട്ടിച്ച് മലപ്പുറം കോടതി പരിസരത്ത് സ്ഫോടനം നടന്നത് നിർത്തിയിട്ട കാറിൽ. പൊട്ടിത്തെറിച്ചത് കാറിൽ സ്ഥാപിച്ച പ്രഷർ കുക്കർ ബോംബെന്ന് കണ്ടെത്തൽ. അന്വേഷണം ഊർജിതമാക്കി പോലീസും ഇന്റലിജൻസും. പട്ടികയുടെ വെട്ടിൽ. പുനഃസംഘടനയുടെ തലവേദനയുമായി കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന്. DCC പ്രസിഡന്റുമാരുടെ പട്ടിക തയ്യാറാക്കൽ പ്രധാന അജണ്ട. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടാതെ ഏകീകൃത പട്ടികയ്ക്ക് സംസ്ഥാനത്ത് തന്നെ രൂപം നൽകാൻ നേതാക്കളുടെ ശ്രമം. വൈകിട്ട് 4-ന് ചേരുന്ന സമിതി യോഗം AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിന്റെ സാന്നിധ്യത്തിൽ. 14 ജില്ലകൾക്കും പുതിയ അധ്യക്ഷന്മാരെന്ന് സൂചന. ചെറുപ്പക്കാർക്കൊപ്പം ജില്ലാ നേതൃസ്ഥാനത്തേക്ക് സ്ത്രീകളെ പരിഗണിക്കാനും തീരുമാനം. അതേസമയം പ്രിയങ്ക ഗാന്ധിയെ ജനറൽ സെക്രട്ടറിയാക്കി പാർട്ടി ദേശീയ നേതൃത്വവും അഴിച്ചുപണിയുടെ ആലോചനയിൽ. രാഹുലിന് തൽക്കാലം വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം മാത്രമെന്ന് സൂചന. രാഹുലിനെ പാർട്ടി അധ്യക്ഷനാക്കുന്നതിൽ മുറുമുറുപ്പുമായി മുതിർന്ന നേതാക്കൾ. തുടർ ചർച്ചകൾ 7-ന് ചേരുന്ന പ്രവർത്തക സമിതി. വിധി തേടുന്ന വിചാരണ. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് വിചാരണയ്ക്ക് തുടക്കം. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ജിഷയുടെ അച്ഛൻ പാപ്പു സമർപ്പിച്ച ഹർജിയും ഇന്ന് പരിഗണിക്കും. ജയിലിൽ കഴിയുന്ന പ്രതി അമീറുൽ ഇസ്ലാമിന് വേണ്ടി അഡ്വക്കേറ്റ് BA ആളൂർ ഹാജരാകും. കേസിൽ വിചാരണ നടപടി ആരംഭിക്കുന്നത് 5 മാസം നീണ്ട അന്വേഷണത്തിന് ശേഷം. അന്വേഷണ വേളയിൽ ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നതിനാൽ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ പഴുതടച്ചുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് സൂചന. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്താനായത് കേസിന് ബലം നൽകും. അതേസമയം സാക്ഷിമൊഴികളുടെ അഭാവം അമീറിന് ഗുണം ചെയ്യുമെന്ന് പ്രതിഭാഗം. തിരിച്ചടിക്ക് കച്ചമുറുക്കി. കശ്മീർ അതിർത്തിയിലെ പാക് പ്രകോപനങ്ങൾ നേരിടുന്നതിൽ കൂടിയാലോചനയുമായി ഡൽഹിയിൽ ആഭ്യന്തര വകുപ്പ് യോഗം. പാക് സേനയുടെ ആക്രമണത്തിൽ ഇന്നലെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 8 പൗരന്മാർ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിൽ രാജ്യം. അതിർത്തിയിൽ പാക് റേഞ്ചേഴ്സ് നടത്തുന്നത് 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കടുത്ത പ്രകോപനം. ഷെല്ലാക്രമണം കശ്മീരിലെ പൂഞ്ച്, സാംബ, രജൌരി ജില്ലകളിൽ. പ്രത്യാക്രമണത്തിൽ 14 സൈനിക പോസ്റ്റുകൾ തകർത്തതായി BSF. 3 പാക് സൈനികരെ വെടിവെച്ചു കൊന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 2830 രൂപ, പവൻ 22,640 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.